കേന്ദ്ര ബജറ്റ് കേരളത്തിന് നിരാശാജനകമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വയനാട് പാക്കേജ് പോലും ബജറ്റിലില്ല. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. മിഡിൽ ക്ലാസ് ബജറ്റ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമാണ് ഉണ്ടായത്. പൂർണ്ണമായും കേരളത്തെ അവഗണിച്ചു. ഇൻകം ടാക്സ് പരിധി ഉയർത്തിയത് ഗിമ്മിക്കാണ്. കാർഷിക മേഖലയുടെ ഒരു അനുകൂല സമീപനവും ബജറ്റിലില്ല. ബജറ്റ് ഇങ്ങനെയായാൽ സംസ്ഥാനങ്ങൾ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലാകും. ബി.ജെ.പി. അനുകൂല സംസ്ഥാനങ്ങളെ മാത്രമാണ് പരിഗണിച്ചതെന്നും വി.ഡി. സതീശൻ കട്ടപ്പനയിൽ പറഞ്ഞു. കേന്ദ്ര ബജറ്റ് നിരാശാജനകം. ബി.ജെ.പി. താല്പര്യമുള്ള സംസ്ഥാനങ്ങളോട് മാത്രം താല്പര്യം കാണിക്കുകയും ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങളോട്, ഇന്ത്യ ഇതര സംസ്ഥാനങ്ങളോട് അവഗണന കാണിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തോട് നിരാശാജനകമായ രീതിയിലാണ് ബജറ്റ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. വയനാട് പാക്കേജ് പോലും നമുക്ക് തന്നില്ല. വയനാട് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ട് പോലും നമ്മൾ ആവശ്യപ്പെട്ട ഒരു തുകയും വയനാടിന് വേണ്ടി അനുവദിച്ചില്ല. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും കിട്ടിയിട്ടില്ല. സംസ്ഥാനങ്ങളിലൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻകം ടാക്സിന്റെ പരിധി ഉയർത്തി എന്നത് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാക്കി ഭയങ്കരമായ ഒരു മിഡിൽ ക്ലാസ് ബജറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അല്ലാതെ ആഴത്തിലുള്ള ഒരു സമീപനമില്ല. പുതിയ സർവേയെല്ലാം പുറത്തു വന്നപ്പോൾ അറിയാം, സാമ്പത്തിക പുരോഗതി താഴേക്ക് പോരുകയാണ്. അപ്പോൾ വളരെ ഗുരുതരമായി കാർഷിക മേഖല, രാജ്യത്ത് മുഴുവൻ കാർഷിക മേഖല നേരിടുന്ന ഗൗരവമായ പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യാനുള്ള ഒരു കാര്യവും ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ രാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജും ഇല്ല. അടിസ്ഥാനപരമായ വിഷയങ്ങളോടും പ്രൈമറി സെക്ടറിനോടും സെക്കൻഡറി സെക്ടറിനോടും എല്ലാം നിരുത്തരവാദിത്വപരമായ നിലപാടാണ് ഈ ബജറ്റ് സ്വീകരിച്ചിരിക്കുന്നത്.